ആഹാ, ഒരു കവിതയാകുന്നത് എങ്ങനെയാണ്? പോയറ്റ് അതിനകത്ത് കുറച്ച് എസ്തെറ്റിക് എലമെൻറ്റ്സ്, ബ്യൂട്ടിഫൈയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കുറച്ച് ഡെക്കറേറ്റീവ് ലാംഗ്വേജൊക്കെ യൂസ് ചെയ്തിട്ട് വാക്കുകളുടെ ഒരു ശബ്ദങ്ങളുടെ ഒരു കളി കൊണ്ടൊക്കെയാണ് കവിത നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്, അല്ലേ? സോ ഈ പോയതിൽ ഡസ്റ്റ് ഓഫ് സ്നോയിലെ പോയറ്റിക് എലമെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ പോയറ്റിക് ഡിവൈസസ്, പോയറ്റിക് ടെക്നിക്സ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഫിഗേഴ്സ് ഓഫ് സൗണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിനെക്ടക്കി. ഓക്കെ, സിനെക്ടക്കി എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ടുഗെദർ എന്നാണ് ഗ്രീക്ക് വേർഡ് മീനിങ്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ വീൽ എന്നുകൊണ്ട് നമുക്ക് ഒരു വെഹിക്കിളിനെ തന്നെ റെഫർ ചെയ്യാം. ഇവിടെ ഒരു ചെറിയ പാർട്ട് ഉപയോഗിച്ചിട്ട് ദ ഹോൾ പേഴ്സണെ റെപ്രസെൻ്റ് ചെയ്യാൻ ഹാർട്ട് എന്നുള്ള he has given his heart. ഹാർട്ടിന് മാത്രമല്ലല്ലോ ഒരു ജോയ് കിട്ടിയത്, ദ ഹോൾ പേഴ്സൺ ഹാസ് ഗോട്ട് ഇറ്റ്. അപ്പോൾ സിനെക്ടക്കി എന്നുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ പോയറ്റിക് ഡിവൈസ്. ഇനി അടുത്തത് മെറ്റോണമിയാണ്. മെറ്റോണമി ഈസ് എ ചേഞ്ച് ഓഫ് നെയിം ടു അസോസിയേറ്റ് സംതിങ് ടു സംതിങ് എൽസ്. ഇവിടെ ഡസ്റ്റ് ഓഫ് സ്നോ കൊണ്ട് പോയറ്റ് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോർമേറ്റീവ് പവറിനെയാണ്. ഓക്കെ, നേച്ചറിൻ്റെ ട്രാൻസ്ഫോർമേറ്റീവ് പവറിനെയാണ്. നമുക്കറിയാം ക്രൗൺ എന്നുള്ള വേർഡ് കൊണ്ട് ആ കോൺസെപ്റ്റ് എന്താണ്? ക്രൗൺ കിങ്ങിനെയാണ് അല്ലെങ്കിൽ പവറിനെയാണ് മെറ്റോണമി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഇതിനെയാണ് പോയറ്റിക് ഡിവൈസിനെയാണ് മെറ്റോണമി എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയറ്റിക് ടെക്നിക്കാണ് സിംബോളിസം. സിമ്പിൾ ഉപയോഗിച്ചിട്ട് മറ്റെന്തോ കാര്യം കൺവേ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സിമ്പിൾസാണ് മെയിനായിട്ട്. ഹെംലോക്ക് ട്രീ ഉണ്ട്, ക്രോ ഉണ്ട്, അതുപോലെ വൺ തിങ് മോർ, ഡസ്റ്റ് ഓഫ് സ്നോ. ഹെംലോക്ക് ട്രീ ആൻഡ് ക്രോ ബോത്ത് റെപ്രസെൻറ്റ്സ് നെഗറ്റിവിറ്റി, സമയം ഡസ്റ്റ് ഓഫ് സ്നോ റെപ്രസെൻറ്റ്സ് പോസിറ്റിവിറ്റി. അടുത്തൊരു ടെക്നിക്കാണ് എൻചാപ്മെൻറ്റ്. ഓക്കെ, സ്ട്രൈഡിങ് ഓവർ, meaning flows to the next line without punctuation marks. ആ സെൻറ്റൻസ് അങ്ങോട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻജോയ്മെൻറ്റ്. ഈ പോയത്തിൽ ഫസ്റ്റ് സ്റ്റാൻസും സെക്കൻഡ് സ്റ്റാൻസും നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലാസ്റ്റിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഇടയിൽ കോമയോ അങ്ങനെ പോസസോ ഒന്നും കാണുന്നില്ല. ഓക്കെ, നോ പങ്ക്ച്വേഷൻ മാർക്സ്. അതേസമയം മീനിങ് കണ്ടിന്യൂറ്റി നെക്സ്റ്റ് ലൈനിലേക്ക് ഓവർഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. ദാറ്റ്സ് കോൾഡ് ആസ് എൻജോയ്മെൻറ്റ്. അടുത്തത് അയർണിയാണ്. അയർണി എന്ന് പറഞ്ഞാൽ അറിയാം, പറയുന്നതെന്ന് മീൻ ചെയ്യുന്നത് മറ്റൊന്ന്. ഓക്കെ, പോയറ്റ് നെഗറ്റീവ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോസിറ്റിവിറ്റിയാണ്, പോയറ്റിന് കിട്ടുന്നത് ഹാപ്പിനെസ് ആണ്. ഓക്കെ, അടുത്തത് ഒരു ഫിഗർ ഓഫ് സൗണ്ട് ആണ്, ശബ്ദങ്ങളുടെ ഒരു റൈമിങ്. ഓക്കെ, ഇവിടെ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റെപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്. ഈ ഇങ്ങനെയുള്ള വോവൽ സൗണ്ട്സ് അല്ല, കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതർ ദാൻ വോവൽ സൗണ്ട്സ്. അപ്പോൾ ഇവിടെ വോവൽ സൗണ്ട് നമുക്ക് സേവ്ഡ് സം പാർട്ട് എന്നുള്ളതിൽ സ് എന്നുള്ള സൗണ്ട് ഈസ് അലിട്രേഷൻ. അതുപോലെ തന്നെ ഹാസ് ഗിവൺ മൈ ഹാർട്ട്, ഹാസ് ഹ് എന്നുള്ള സൗണ്ടും ഹാർട്ടിൻ്റെ ഹ് എന്നുള്ള സൗണ്ടും അലിട്രേറ്റിംഗ് എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഈ പോയത്തിൻ്റെ റൈം സ്കീം എന്താണെന്ന് നോക്കാം. That is, first line rhymes with the third line and second line rhymes with the fourth one. So നമുക്ക് A B എന്നുള്ളതാണ് റൈം സ്കീം. ഇതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്. ലൈൻ 1ൻ്റെ ലാസ്റ്റ് വേർഡിൽ ക്രോ, ഓ സൗണ്ട് ഈസ് റൈമിംഗ് വിത്ത് സ്നോ, ഓ. So crow and snow rhymes with each other. Then me and tree. Second line last word and the last sound E rhymes with tree, E sound. Next stanzയും കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ heart rhymes with part, to sound. Then mood rhymes with root, d sound. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ രണ്ട് സ്റ്റാൻസയിലും ഒരേ പാറ്റേൺ ആണ് കാണുന്നത്. സോ മെജോറിറ്റി പാറ്റേൺ ഒരു പോയത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ എൻ്റെ പോയത്തിൻ്റെ റൈം സ്കീം പറയുക. സോ റൈം സ്കീം ഓഫ് ദ എൻറ്റയർ പോയം ഇസ് A B.